നമസ്കാരം. 14ാമത്തെ ക്ലാസ് ആണ്. വീണ്ടും ഫോറങ്ങൾ പൂരിപ്പിക്കുന്ന വിധം തന്നെയാണ്. നമുക്ക് ഈ ഈ ഈ ക്ലാസ്സിൽ EVM കവറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവറാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട്. അതിലാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് കവറാണിത്. EVM കവർ എന്ന് പറയുന്ന 3 കവറിൽ ഒരെണ്ണമാണ് ഞാനിവിടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിൽ 5 ഫോമുകളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 എന്നിങ്ങനെ 5 ഫോമുകൾ ഇതിലുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ ഫോമാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. നമുക്ക് 2, 1, 3 നമുക്ക് ആവശ്യമുള്ളത് ശരിക്കും. ബാക്കി 2, 4, 5 എന്നിവ റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ബാറ്ററിയോ വാലറ്റിംഗ് യൂണിറ്റോ അത്തരത്തിൽ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ 5 ഫോമും നിങ്ങൾ തയ്യാറാക്കി വെക്കുക, എഴുതണ്ട. അതിൽ 1ഉം 3ഉം നിങ്ങൾ എഴുതി റെഡിയാക്കണം. 2ഉം 4ഉം 5ഉം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നില്ലടിച്ചതിന് ശേഷം ഈ 5ഉം നിങ്ങൾ ഈ കവറിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഏത്? പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. അതിൽ ആദ്യത്തേതാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എടുക്കുക നിങ്ങൾ. അതായത് അനക്സറിൽ 5 ആണ്. അനക്സർ 5 എടുക്കുമ്പോൾ നമുക്ക് കാണാം ഹെഡിങ്ങിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട്. അതിൽ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ് പാർട്ട് 1. ഇനിയിപ്പോൾ പാർട്ട് 2ലേക്ക് പോകുമ്പോൾ അത് വ്യത്യാസം വരും. ഇതാണ്ടോ, പാർട്ട് 4ആയി. പാർട്ട് 2 പവർ പാക്ക് റീപ്ലേസ്മെന്റ് ഇൻ CU. കൺട്രോൾ യൂണിറ്റിന്റെ പവർ പാക്ക് മാറ്റിയാൽ പാർട്ട് 2 ഫില്ല് ചെയ്യണം. പാർട്ട് 3 എന്ന് പറയുന്നത് പ്രസ്സിംഗ് ഓഫ് ക്ലോസ് ബട്ടൺ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് പോള് കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ അമർത്തി കഴിയുമ്പോഴുള്ള റിപ്പോർട്ടാണ് 3 എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്നത് EVM VVPAT റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടല്ലോ, അതാണ്. 5ഉം അത് തന്നെയാണ്, EVM VVPAT റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ 5 ഫോമുകൾ അടങ്ങിയതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, അനക്സർ 5. അപ്പോൾ നമ്മൾക്ക് ഏതായാലും റിപ്പോർട്ടിലെ പാർട്ട് 1 മോക്ക് പോൾ സർട്ടിഫിക്കറ്റിലേക്ക് പോകാം. ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ദയവായി അനക്സർ 5ലെ ആദ്യത്തെ ഫോം നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് ഈ വോയിസ് കേട്ടാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആവും. നോക്കുക. പാർട്ട് 1 മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. നെയിം ഓഫ് എലക്ഷൻ അത് നമ്മൾ കേരള നിയമസഭാ ഇലക്ഷൻ ആണ്, അല്ലേ? കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ ആണ്. ദെൻ രണ്ടാമത്തത് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഇവിടെയൊക്കെ തന്നെ ടു ബി പ്രീ പ്രിന്റഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ടു ബി പ്രീ പ്രിന്റഡ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നേരത്തെ ഇതിലൊക്കെ ടൈപ്പ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് എഴുതേണ്ട ജോലി ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് നമ്പർ ആൻഡ് നെയിം ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി AC. അത് ഇരിക്കൂറാണ്. ഇരിക്കൂർ എഴുതുക. നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. അടുത്തത് നമ്പർ ആൻഡ് നെയിം ഓഫ് PC എന്ന് പറഞ്ഞ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് ഏത് ഈ നിയമസഭാ മണ്ഡലം ഏത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുക, അതാണ് ചോദ്യം. പോളിംഗ് സ്റ്റേഷൻ നമ്പർ, നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ നമ്പറും ആ സ്റ്റേഷന്റെ പേരും എഴുതിക്കോളൂ. ഇനി A, കണ്ടക്ട് ഓഫ് മോക്ക് പോൾ ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് മോക്ക് പോൾ ഡേറ്റ. അതാണ് ആദ്യത്തെ പരിശോധിക്കലും. ആദ്യത്തെ സീരിയൽ നമ്പറാണ്. 1 മുതൽ 9 വരെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ ആ 1 മുതൽ 9 വരെ ഉള്ളതിൽ നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് കാൻഡിഡേറ്റ്, സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ആ നോട്ടെ അടക്കം എഴുതണം. അതായത് ആ നോട്ടെ അടക്കം എഴുതുന്നത് നമ്മൾ ബാലറ്റിംഗ് യൂണിറ്റിലെ ബാലറ്റ് പേപ്പറിൽ ഉള്ളതുപോലെ ക്രമത്തിൽ തന്നെ എഴുതാം. എത്രയുണ്ടോ അത്രയും എഴുതുക. അടുത്തത് നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ഡ്യൂറിങ് മോക്ക് പോൾ. അതാണ്
മൂന്നാമത്തെ കള്ളിയിൽ വരുന്നത് മോക്ക് പോൾ സമയത്ത് ഓരോരുത്തർക്കും ചെയ്ത വോട്ടുകളാണ്. അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ പേര് നമ്മൾ ഓൾറെഡി, ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്തു വെക്കാവുന്ന, ഈ 1 മുതൽ 9 വരെ അല്ലെ നോട്ട് അടക്കം ഉള്ള ആൾക്കാരുടെ പേരുകൾ, നേരത്തെ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ നേരത്തെ നമുക്ക് ഇതിനകത്ത് എഴുതി വെക്കാം. ബാക്കിയൊക്കെ പിന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും മോക്ക് പോൾ സമയത്ത് ഓരോരുത്തർക്കും ചെയ്ത വോട്ട് അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെക്കാവുന്ന കാര്യമാണ്. ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് ചെയ്യുക, ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് ചെയ്യുക, അങ്ങനെ നേരത്തെ തീരുമാനിക്കുക. അത് ഒരുമിച്ച് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇനി നാലാമത്തെ കോളം, നമ്പർ ഓഫ് വോട്ട്സ് ഡിസ്പ്ലേഡ് ഇൻ CU ഓൺ ചെക്കിംഗ് ദ റിസൾട്ട്. ആ റിസൾട്ട് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിന്റെ സ്ക്രീനിൽ കാണുന്ന ഡിസ്പ്ലേ ചെയ്ത വോട്ടുകൾ, അതായത് പരിശോധിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റിൽ കാണിച്ച വോട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ ചെയ്ത വോട്ടുകൾ തന്നെയായിരിക്കണം കാണിക്കുന്നത്, അല്ലേ? അത് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതായത് പോൾ ചെയ്ത മോക്ക് പോൾ സമയത്ത് ഓരോരുത്തർക്കും ചെയ്ത വോട്ട് തന്നെയായിരിക്കണം നാലാമത്തെ കോളത്തിൽ കൺട്രോൾ യൂണിറ്റിൽ കാണിക്കുന്ന വോട്ടും എന്ന് പറയുന്നു. അഞ്ചാമത്തെ കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വിവിപാറ്റ് പ്രിന്റഡ് പേപ്പർ സ്ലിപ്സ് എഗെയിൻസ്റ്റ് കാൻഡിഡേറ്റ്. ഓരോ കാൻഡിഡേറ്റ്, അപ്പം നമ്മളിത് മോക്ക് പോൾ കഴിഞ്ഞാൽ ഈ പ്രിന്റ് ചെയ്ത വിവിപാറ്റിൽ പ്രിന്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള സ്ലിപ്പുകൾ ഡ്രോപ്പ് ബോക്സിൽ നിന്ന് നമ്മൾ എടുക്കും. എടുത്തിട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര സ്ലിപ്പ് കിട്ടിയെന്ന് നമ്മൾ നോക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ചോദ്യം. ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ സ്ലിപ്പുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ 3 കോളവും തുല്യമായിരിക്കണം. 3, 4, 5 കോളങ്ങൾ സെയിം ആയിരിക്കും, എന്നാൽ മാത്രമേ ഇത് ടാലി ആവുന്നുള്ളൂ. അതായത് മോക്ക് പോൾ സമയത്ത് വോട്ട് ചെയ്തത് എത്ര, മോക്ക് പോൾസ് കഴിഞ്ഞിട്ട് കൺട്രോൾ യൂണിറ്റ് കാണിച്ചത് എത്ര, അത് തന്നെയായിരിക്കുമല്ലോ കാണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പ് എത്ര, ആ എണ്ണം തന്നെയായിരിക്കും സ്ലിപ്പ് ഉണ്ടാവുക. ഓക്കെ. ഇനി CUവിലെ ഫലവും അടുത്ത റിസൾട്ട് ഡിസ്പ്ലേഡ് ഇൻ CU ആൻഡ് പ്രിന്റഡ് പേപ്പർ സീൽസ് കൗണ്ട് ടാലിഡ് വിത്ത് ഈച്ച് അതർ. ഓരോ ലൈനിലും അത് തമ്മിൽ ടാലി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. 1, 2, 3, നാലാമത്തെയും അഞ്ചാമത്തെയും കോളങ്ങൾ തമ്മിൽ, നാലാമത്തെ കോളവും അഞ്ചാമത്തെ കോളം, അതായത് കൺട്രോൾ യൂണിറ്റിൽ ഡിസ്പ്ലേ ചെയ്ത എണ്ണവും വിവിപാറ്റ് സ്ലിപ്പിന്റെ എണ്ണവും തുല്യമായിട്ടുണ്ടോ എന്നാണ് ആറാമത്തെ കോളത്തിൽ ചോദിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയുടെ നേരെയും യെസ് എന്ന് എഴുതണം. യെസ് തന്നെ എഴുതണം, കാരണം അത് ശരിയായേ പറ്റൂ. നോ എന്ന് എഴുതിയാൽ ടോട്ടൽ തകരാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. യെസ് ആണ്. ഇനി ലാസ്റ്റ് കോളം, സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് വിത്ത് പാർട്ടി അബ്രിവേഷൻ ഡിപ്പെൻഡന്റ്. അപ്പോൾ ഏജന്റുമാരുടെ ഒപ്പ്, അതാണ്. അത് പാർട്ടിയും കൂടെ രേഖപ്പെടുത്തിയിട്ട് ഏജന്റുമാരുടെ ഒപ്പ് വലതുഭാഗത്ത് ഇട്ടാൽ മതി. അപ്പോൾ അതാത് പിന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരായിക്കോട്ടെ. അവിടെ ഒന്നാമത്തെ ലൈനിൽ പോളിംഗ് ഏജന്റ്, ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ലൈന് ക്ലിയർ ആയി. ഓക്കെ. നോട്ടയുടെ ആരും ഇടാനുണ്ടാവില്ല, അത് നമ്മൾ നോക്കണ്ട. അടുത്തത് ഇനി ചോദ്യങ്ങളാണ്. ബി, താഴെ കോളത്തിന്റെ താഴെ ഒരു ചോദ്യമുണ്ട്. ബി, മോക്ക് പോൾ ഡേറ്റ മായ്ച്ചു കളയാൻ കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ അമർത്തിയോ? അപ്പോൾ യെസ് ഓർ നോ നമുക്ക് എഴുതാം, അല്ലേ? അതേ ആണെങ്കിൽ അതെ, അല്ലെ മോക്ക് പോളിലെ ഡേറ്റ മായ്ച്ചു കളയാൻ വേണ്ടി ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ബട്ടൺ അമർത്തണോ, അത് അമർത്തിയോ എന്നാ ചോദ്യം. ഇനി അടുത്ത സിയിൽ ചോദിച്ചിരിക്കുന്നത് മോക്ക് പോളിന് ശേഷം വിവിപാറ്റിൽ നിന്നുള്ള എല്ലാ പേപ്പർ സില്ലുകളും പുറത്തെടുത്തോ? അത് ചെക്ക് ചെയ്യാണ് നമ്മളിത്. ഫ്രഷ് വോട്ട് തുടങ്ങാനുള്ള ചെക്കിങ്ങിന്റെ ചോദ്യമാണ്. എല്ലാ പേപ്പറും, അതായത് മോക്ക് പോളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ലിപ്പുകളും വിവിപാറ്റിൽ നിന്ന് പുറത്തെടുത്തോ? യെസ്. ഡി ചോദ്യം എന്താണ്? empty വിവിപാറ്റ് ഷോൺ ടു. നിങ്ങൾ വിവിപാറ്റ് മെഷീൻ കാലിയാണെന്ന് എല്ലാ പോളിംഗ് ഏജന്റുമാരെയും ബോധ്യപ്പെടുത്തിയോ? യെസ്, ബോധ്യപ്പെടുത്തി. അതിൻ്റെ എല്ലാം നേരെ നമ്മൾ യെസ് എന്ന് എഴുതുക. യെസ്. ഇനി ഈ യഥാർത്ഥ വോട്ടെടുപ്പിന് മുമ്പ് വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ സ്ലിപ്പുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ഏജന്റുമാരെ കാണിക്കുകയും ചെയ്തോ? വലതുഭാഗത്ത് യെസ്. അതിൻ്റെ ഉത്തരവും യെസ് ആണ്. ഇനി എഫ് ആണ്. കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ വോട്ടുകൾ 0 ഏജന്റുമാരെ കാണിച്ചോ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സീൽ ചെയ്തിരിക്കുകയാണല്ലോ എല്ലാം.
എല്ലാ സ്ലിപ്പും എല്ലാം മാറ്റി എല്ലാം സേച്ച് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ടോട്ടൽ ബട്ടൺ നിന്ന് അമർത്തി കാണിക്കണം. അപ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ ടോട്ടൽ 0 കാണിക്കും. അത് കാണിച്ചോന്നാ ചോദ്യം. യെസ്. ജി ജി ആണ് അടുത്തത്. മോപ്പോൾ സ്ലിപ്പുകൾക്ക് പിന്നിൽ മോപ്പോൾ സ്ലിപ്പ് എന്ന സ്റ്റാമ്പ് പതിപ്പിച്ച് കറുത്ത എൻവെൽപ്പിലാക്കി പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തോ? നമുക്കറിയാം ഈ മോപ്പോൾ പേപ്പർ സ്ലിപ്പിന്റെ പുറത്ത് മോപ്പോൾ സ്ലിപ്പ് എന്ന് എഴുതിയിട്ട് വേണം അത് ഓരോ പേപ്പറിന്റെയും പുറത്ത് മോപ്പോൾ സ്ലിപ്പ് എന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതി വെക്കണം. അതിനുശേഷം ഈ കറുത്ത കവറിൽ ഇട്ടിട്ട് സീൽ ചെയ്ത് വെക്കണം. അങ്ങനെ സീൽ ചെയ്തോ എന്നാണ് ചോദ്യം. ചോദ്യം എച്ച്. മോപ്പോൾ വോട്ടുകൾ ഒത്തുപോയെന്നും ഡാറ്റ സിയുവിൽ നിന്നും മായ്ച്ചു കളഞ്ഞെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ അവസാനം. ഇപ്പോൾ നോക്കുക, എ മുതൽ ഇത് മോപ്പോൾ കാണിച്ചു, ബി ക്ലിയർ ബട്ടൺ അമർത്തിയോ എന്ന് ചോദിച്ചു, പിന്നെ സി എന്ത് ചോദിച്ചു? സി വി വി പാറ്റിൽ നിന്നുള്ള എല്ലാ സ്ലിപ്പുകളും പുറത്തെടുത്തോ എന്ന് ചോദിച്ചു. ഡി വി വി പാറ്റ് മെഷീൻ കാലിയാണെന്ന്, ഡ്രോപ്പ് ബോക്സ് കാലിയാണെന്ന് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയോ? ഡ്രോപ്പ് ബോക്സിൽ ഇനി സ്ലിപ്പുകൾ ഒന്നും ബാക്കിയില്ലെന്ന് കാണിച്ചോ? ടോട്ടൽ ബട്ടൺ അമർത്തി കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തി ടോട്ടൽ 0 ആണെന്ന് നിങ്ങൾ കാണിച്ചോ? മോപ്പോൾ സ്ലിപ്പുകൾക്ക് പിന്നിൽ മോപ്പോൾ സ്ലിപ്പ് എന്ന് എഴുതി കറുത്ത എൻവെലപ്പിലാക്കി നിങ്ങൾ അരക്ക് ഉപയോഗിച്ച് സീൽ ചെയ്തോ? അവസാനം മോപ്പോൾ സർട്ടിഫിക്കറ്റ് ഒരു മോപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു. മോപ്പോൾ വോട്ടുകൾ ഒത്തുപോയെന്ന് ഡാറ്റ സിയുവിൽ നിന്നും മായ്ച്ചു കളഞ്ഞെന്നും ഒരു സാക്ഷ്യപത്രവും കൂടിയാണ്. അപ്പോൾ ഇത് ഈ ഒരു ബി മുതൽ എച്ച് വരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഒരു വോട്ടെടുപ്പിന് മുന്നേ ചെയ്തോ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മോക്പോൾ നടത്തി ടോട്ടൽ ക്ലോസ് ചെയ്തു. CRC എപ്പോഴും ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം മോക്പോൾ നടത്തി ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ റിസൾട്ട് ബട്ടൺ അമർത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ സീലിംഗ് കഴിഞ്ഞു. സീലിംഗ് എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ബട്ടൺ ഒരിക്കൽ കൂടി അമർത്തി 0 ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അതേപോലെ വി വി പാറ്റ് ഡ്രോപ്പ് ബോക്സിലും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മോക്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മോക്പോൾ സർട്ടിഫിക്കറ്റിന്റെ അടുത്ത ഭാഗമാണ് സീരിയൽ നമ്പർ, നെയിം ഓഫ് പോളിംഗ് ഏജന്റ്, നെയിം ഓഫ് പാർട്ടി, നെയിം ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജന്റ്. അപ്പോൾ സീരിയൽ നമ്പർ കണ്ടല്ലോ, നെയിം ഓഫ് പോളിംഗ് ഏജന്റ് ആണ് എഴുതുന്നത്. സീരിയൽ നമ്പർ 1 നെയിം ഓഫ് പോളിംഗ് ഏജന്റ്. ആ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഏത് പാർട്ടിയുടെ പോളിംഗ് ഏജന്റ് ആണ് അത്. നെയിം ഓഫ് കാൻഡിഡേറ്റ്, സ്ഥാനാർത്ഥി ഏതാണ്. സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജന്റ്. ഈ കാര്യങ്ങളെല്ലാം നമ്മളേത് ബി മുതൽ എച്ച് വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ക്ലിയർ ബട്ടൺ അമർത്തിയോ, പിന്നെ വി വി പാറ്റ് നിങ്ങളെ കാണിച്ചോ, അവിടെ 0 ആണെന്ന് വി വി പാറ്റ് സ്ലിപ്പൊന്നും ബാക്കിയില്ലെന്ന് കാണിച്ചോ, പിന്നെ ഡ്രോപ്പ് ബോക്സിൽ ഒന്നുമില്ലെന്ന് കാണിച്ചോ, ടോട്ടൽ ബട്ടൺ അമർത്തിയിട്ട് വോട്ട് 0 ആണെന്ന് കാണിച്ചോ, പിന്നെ മോക്പോൾ സ്ലിപ്പുകൾ വി വി പാറ്റ് സ്ലിപ്പുകൾ സീൽ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ചോദിച്ച് അത് ഏജന്റുമാരും ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ടേബിള്, ആദ്യത്തെ ടേബിള് മോക്പോളിന് സാക്ഷ്യം വഹിച്ച ഏജന്റുമാരുടെ വിവരങ്ങളാണ്. ഏജന്റുമാരുടെ ഒന്നാമത്തെ സീരിയൽ നമ്പറാണ്, രണ്ടാമത്തെ നെയിം ഓഫ് പോളിംഗ് ഏജന്റ് ആണ്, മൂന്നാമത്തേതിൽ അയാളുടെ പാർട്ടി ഏതാണെന്ന് എഴുതുന്നു, നാലാമത്തേത് അയാളുടെ സ്ഥാനാർത്ഥി ഏതാണെന്ന് എഴുതുന്നു, അഞ്ചാമത്തേൽ അയാളുടെ ഒപ്പിടുന്നു. അങ്ങനെ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ചെയ്യണം, കോളത്തിൽ ചെയ്യണം. ഇനി 1 കൺട്രോൾ യൂണിറ്റ് ടൈം ആൻഡ് ഡിസ്പ്ലേ ഓൺ ദ കൺട്രോൾ യൂണിറ്റീസ്. അത് ടൈം ആൻഡ് ഡിസ്പ്ലേ ഇവിടെ കാണിച്ചാൽ മതി. ഇന്ത്യൻ ടൈം ഒന്ന് പിന്നെ IST നമുക്ക് എത്ര അതിൽ കാണിക്കുന്ന ടൈമും നമ്മുടെ ടൈമും വ്യത്യാസമാണെങ്കിൽ മാത്രം വ്യത്യാസം കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ടൈമും അത് കാണിച്ചാൽ മതി. കൺട്രോൾ യൂണിറ്റിൽ ചിലപ്പോൾ ടൈം ഇത്ര മിനിറ്റ്സ് കുറവോ കൂടുതലോ ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വ്യത്യാസം വരാം. അതും നോക്കണ്ട, നമ്മളത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ടൈം കാണിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ടൈം അവിടെ കാണിക്കാം എന്ന് പറയും. അപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ എത്ര മിനിറ്റ് മുമ്പോട്ടാണ് അല്ലെ പുറകോട്ടാണ് എന്ന് എഴുതിയാൽ മതി, അത് കാണിച്ചിട്ട്. ഇനി സിഗ്നേച്ചർ ഓഫ് മൈക്രോ ഒബ്സർവർ.
ഇഫ് പോസ്റ്റഡ്. മൈക്രോ ഒബ്സർവർ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് മൈക്രോ ഒബ്സർവർ ആ ബൂത്തിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പ് വാങ്ങലാണ് അടുത്തത്. അത് കഴിഞ്ഞാൽ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ. ഇനി സാക്ഷ്യപ്പെടുത്തലാണ് അടുത്തത്. താഴെ നെയിം ആൻഡ് കഴിഞ്ഞിട്ട് അതില് സാക്ഷ്യപ്പെടുത്തൽ ഇതാണ്. യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ വോട്ടുകൾ 0 ഉറപ്പുവരുത്തി എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മൾ ടോട്ടൽ ബട്ടൺ അമർത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ആയിരിക്കും കുറെ കഴിയുമ്പോൾ. അയ്യോ, ടോട്ടൽ അമർത്തി 0 ആണെന്ന് ഒരിക്കൽ നമ്മൾ ക്ലിയർ ചെയ്തു, പക്ഷെ ടോട്ടൽ അമർത്തിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി 0 ആണോന്ന് ബോധ്യപ്പെട്ടില്ലല്ലോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ വരും. നിർബന്ധമായിട്ടും കമൻസ്മെന്റിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് CUലെ ടോട്ടൽ ബട്ടൺ അമർത്തി 0 ആണെന്ന് ഉറപ്പുവരുത്തി എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. താഴെ പറയുന്നതിൽ ശരിയായത് ടിക്ക് ചെയ്യാന്നാണ് അടുത്തത്. പിന്നെ കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടുകൾ 0-ൽ കൂടുതലാണ്. അതായത് മോക്ക് പോൾ വോട്ടുകൾ മായ്ച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോക്ക് പോൾ ഡേറ്റ മായ്ച്ചു കളയുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ 0 തന്നെയാണ്. കൺട്രോൾ യൂണിറ്റിലെ മോക്ക് പോൾ എണ്ണം ഒന്നുമില്ല, 0 ആക്കി തന്നെയാണ് ചെയ്യുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ് എഴുതും. കൺട്രോൾ യൂണിറ്റ് ഷോസ് ടോട്ടൽ 0. അതാണ് നമുക്ക് ആവശ്യം, അതാണ് നമുക്ക് ശരിയും ഇടുക. അത് തന്നെയാണ് അതിൻ്റെ മേലെ ടിക്ക് അടിച്ചാൽ മതി. കൂടുതലുണ്ടെന്നൊന്നും നമ്മൾ എഴുതരുത്. അത് തന്നെയായിരിക്കണം, കറക്റ്റ് ആയിരിക്കും വേണം. ഇനി അടുത്തത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലാണ്. ഈ സിസ്റ്റം, ഈ മോക്ക് പോളൊക്കെ കഴിഞ്ഞു. അടുത്ത് കണ്ടല്ലോ താഴെ കോളം, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലാണ്. അതിൽ 1 മുതൽ 3 വരെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ടാൽ മതി. പ്രിസൈഡിംഗ് ഓഫീസർ അത് കഴിഞ്ഞ് ഒപ്പിടും. ഉണ്ടല്ലോ സിഗ്നേച്ചർ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ അത് കഴിഞ്ഞ് ഒപ്പിടും. സെക്ടർ ഓഫീസർ ഉണ്ടെങ്കിൽ ആ സെക്ടർ ഓഫീസറും ഒപ്പിടും. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടിയിലുള്ള ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ് ഓഫീസർമാരാണ് ഇതിൻ്റെ മറ്റ് വിറ്റ്നസ്സുകൾ. അതാണ് അവിടെ ഒപ്പിടേണ്ടത്. ആദ്യം ഒന്നാമത്തെ ഫസ്റ്റ് പോളിംഗ്, ദ ഫോളോയിങ് പോളിംഗ് ഏജൻസ് വിറ്റ്നസ്, പോളിംഗ് ഏജൻസിന്റെ വിറ്റ്നസ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അതവിടെ സെക്കൻഡിലേക്ക് പോയി, അതാണ് പ്രശ്നമായി. അതല്ല. ഓക്കെ, ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാതെ അത് പിന്നെ പാർട്ട് 2ലേക്ക് പോയോണ്ടുണ്ടായ കുഴപ്പമാണ്. അല്ല, കറക്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വിറ്റ്നസ് എന്ന് പറയുന്നത് 3 പോളിംഗ് ഓഫീസർമാരുടെയും വിറ്റ്നസ് ആയിട്ട് അവരുടെ സിഗ്നേച്ചറും കൂടി നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഒന്നാമത്തെ പോളിംഗ്, രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ, മൂന്നാമത്തെ പോളിംഗ് ഓഫീസർ, അവരുടെ പേര് ഒപ്പുകൂടി ഇവിടെ ഈ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിൽ വാങ്ങേണ്ടതുണ്ട്. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു എന്നുള്ളതിന് സാക്ഷികളാണ് അവരെ. അപ്പോൾ എത്ര പ്രിപ്പറേഷനിലാണ് വോട്ടെടുപ്പ് തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീഴ്ചയും എവിടെയും ഈ ഒരു അവസരത്തിൽ മോക്ക് പോളിന് ശേഷം സീലിങ്ങിനും കമൻസ്മെന്റിനും മുമ്പ് ഒരു വീഴ്ചയും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി പാർട്ട് 2 ആണ് അടുത്തത് കാണുന്നത്. പാർട്ട് 2 പവർ പാക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഫോം അവിടെ തന്നെ നിന്നോട്ടെ. അവസാനം ഒരു നില്ല് വെച്ചിട്ട് ആ കവറിൽ തന്നെ കയറ്റി വിട്ടാൽ മതി. കേട്ടല്ലോ. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 5 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. പക്ഷേ രണ്ടാമത്തത് പവർ പാക്ക് റീപ്ലേസ്മെന്റ് കൺട്രോൾ യൂണിറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. പക്ഷെ മൂന്നാമത്തത് നിർബന്ധമായിട്ടുണ്ട്. പ്രസ്സിംഗ് ഓഫ് ക്ലോസ് ബട്ടൺ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് പോൾ. കണ്ടല്ലോ. അതായത് വോട്ടെടുപ്പ് തീർന്നതിന് ശേഷം നമ്മൾ കൺട്രോൾ യൂണിറ്റിൽ ക്ലോസ് ബട്ടൺ അമർത്തും. വോട്ടെടുപ്പ് തീർന്നതിന് ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പ്രിസൈഡിംഗ് ഓഫീസർ ക്ലോസ് ബട്ടൺ അമർത്തുക എന്നുള്ളത്. ആ ക്ലോസ് ബട്ടൺ അമർത്താതെ ഒരടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. ക്ലോസ് ബട്ടൺ അമർത്തിയാലേ തിയററ്റിക്കലി ഇലക്ഷൻ തീർന്നിട്ടുള്ളൂ. അപ്പോൾ നെയിം ഓഫ് ഇലക്ഷൻ നേരത്തെ എഴുതിയ പോലെ തന്നെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരെഴുതുന്നു, നെയിം ഓഫ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരെഴുതുന്നു, ഡേറ്റ് ഓഫ് പോൾ എഴുതുന്നു, നമ്പർ ആൻഡ് നെയിം ഓഫ് ദ പോളിംഗ് സ്റ്റേഷൻ എഴുതുന്നു. ഓക്കെ. ഇനി ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ദാറ്റ് എല്ലാം എഴുതി. ഇനി പോളിംഗ് പൂർത്തിയായ ശേഷമാണല്ലോ ഈ പാർട്ട് 3 നമ്മൾ പൂരിപ്പിക്കുന്നത്. അത് കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ശരിക്കും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടായിട്ട് പാർട്ട് 3 വരുന്നത്. ഇത് നമ്മൾ മോക്ക് പോളിൻ്റെ ഒപ്പം നിർബന്ധമായിട്ടും വെക്കേണ്ട സാധനം പൂരിപ്പിക്കുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ 2, 4, 5 ഫോമുകൾ
പാർട്ട് 2, പാർട്ട് 4, പാർട്ട് 5 പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിലെ പാർട്ട് 2, പാർട്ട് 4, പാർട്ട് 5 വേണമെന്നില്ല. കാരണം അത് റീപ്ലേസ്മെന്റ് നടന്നെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യണ്ടൂ. എന്നാൽ പാർട്ട് 1ഉം 2ഉം 1ഉം 3ഉം നിർബന്ധമായിട്ടും പൂരിപ്പിക്കണം. മറ്റതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വെച്ചാൽ മതി. അപ്പൊ ഇത് ക്ലോസ് ബട്ടൺ അമർത്തി എന്ന് പറയുന്ന ഒരു സത്യപ്രസ്താവനയാണ്. അപ്പോൾ പോളിംഗ് ഓഫീസർമാരുടെയും അവിടെ സന്നിഹിതരായിട്ടുള്ള ഏജന്റുമാരുടെയും ഒപ്പ് ഇതിൽ വാങ്ങേണ്ടതുണ്ട്. ക്ലോസ് ബട്ടൺ അമർത്തി എന്നുള്ളത്. It is certified that I have pressed the close button of the control unit at the end of the poll in the presence of the following. ഞാൻ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിയിട്ടുണ്ട്. അത് സാക്ഷ്യമാകുന്നത് ആരൊക്കെയാ? പോളിംഗ് ഓഫീസർ. അടുത്ത കോളത്തിൽ എഴുതേണ്ട നെയിം ആൻഡ് ഡെസിനേഷൻ ഓഫ് ദ പോളിംഗ് ഓഫീസർ. അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ എഴുതേണ്ട ആവശ്യമില്ല. സിഗ്നേച്ചർ. ആ 3 പേരുടെ പേരും ഡെസിനേഷനും ഒപ്പും ഇടുക. അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് കോളത്തില് നെയിം ഓഫ് പോളിംഗ് ഏജന്റ്, നെയിം ഓഫ് പാർട്ടി, നെയിം ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജന്റ്. ഇത്രയും വാങ്ങണം. കണ്ടല്ലോ. ആദ്യം പോളിംഗ് ഏജന്റിന്റെ പേര് എഴുതുന്നു. സീരിയൽ നമ്പർ 1 പോളിംഗ് ഏജന്റിന്റെ പേര്, അയാളുടെ പാർട്ടി, അയാളുടെ സ്ഥാനാർത്ഥി, അയാളുടെ ഒപ്പ്. രണ്ടാമത്തെ സീരിയൽ നമ്പർ മറ്റേ പോളിംഗ് ഏജന്റിന്റെ പേര്, അയാളുടെ പാർട്ടി, അയാളുടെ സ്ഥാനാർത്ഥി, അയാളുടെ ഒപ്പ്. ഓക്കെ. ഈ രീതിയിൽ ഈ പാർട്ട് 3 കൂടി പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ട് 4 ഇതാണ്. ഇതിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ VVM VVPAT റീപ്ലേസ്മെന്റ്. അത് നടന്നെങ്കിൽ മാത്രം പൂരിപ്പിച്ചാൽ മതി. 5ഉം അത് തന്നെയാണ്. EVM VVPAT റീപ്ലേസ്മെന്റ് തന്നെയാണ്. അത് നടന്നെങ്കിൽ മാത്രം പൂരിപ്പിച്ചാൽ മതി. സോ EVM കവറിലെ പ്രധാനപ്പെട്ട ഒരു കവറാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ 5 ഫോറങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഫോറം എന്ന് പറയുന്നത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിർബന്ധമായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് പൂരിപ്പിച്ചിരിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടിരിക്കണം. മൂന്നാമത്തെ പാർട്ട് 3 എന്ന് പറയുന്നത് ക്ലോസ് ബട്ടൺ അമർത്തിയതിനു ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഒന്നുമില്ല, പ്രിസൈഡിംഗ് ഓഫീസർ എന്ന ഞാൻ ഇതിലെ ക്ലോസ് ബട്ടൺ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ അടിയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ഒപ്പിടുന്നു, ഏജന്റുമാർ ഒപ്പിടുന്നു. അതാണ് മൂന്നാമത്തെ. ബാക്കി ഫോറങ്ങൾ വേണമെങ്കിൽ റീപ്ലേസ്മെന്റ് നടത്തുമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ എങ്ങനെയായാലും അത് ആ 5 ഫോറങ്ങളും ഈ കവറിലേക്ക് പോയിക്കോട്ടെ. റീപ്ലേസ്മെന്റ് നടന്നില്ലെങ്കിൽ 2, 3, 2, 4, 5 കവറുകളിൽ നില്ലടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ പിന്നെ EVM കവറിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തെ കവർ പ്രിന്റഡ് VVPAT സ്ലിപ്പാണ്. മോക്ക് പോൾ നടത്തിയതിനു ശേഷമുള്ള VVPAT സ്ലിപ്പാണ്. അപ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. EVM കവേഴ്സ് 3 കവറുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം ഞാൻ എല്ലാ ഫോമുകളും പറയും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി എഴുതി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ ഫോം എടുത്തു വെക്കുക, എന്നതിന് ശേഷം ഈ വോയിസ് കേൾക്കുക. അപ്പോൾ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഈ ഫോം നമ്മൾ എല്ലാ ഫോമുകളും അനക്സറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അനക്സർ 5ലാണ് ഈ ഫോംസ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം എടുത്തു നോക്കിയിട്ട് ഈ വോയിസ് കേട്ടാൽ ക്ലിയർ ആയി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഫോമിലേക്ക് ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ്, ആഫ്റ്റർ, അങ്ങനെയുള്ള ഫോംസിലേക്ക് നമുക്ക് അടുത്തത് പോകാം. ഓക്കെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.